ഒന്നാം തേരുത്സവത്തിന്റെ ആഹ്ലാദ തിമിർപ്പിലാണ് കൽപ്പാത്തി. കൽപ്പാത്തിയിൽ അഗ്രഹാര വീഥികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. ആളുകൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങുന്നു. ഇന്നിപ്പോൾ കല്യാണോത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് ശിവന്റെയും പാർവതിയുടെയും കല്യാണ ചടങ്ങ്, അതാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ആ കല്യാണ ചടങ്ങിന് ശേഷമായിരിക്കും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ ഇവിടെ 3 തേരുകളാണുള്ളത്. ഈ 3 തേരുകളിലേക്കും ശിവനെയും പാർവതിയെയും ഒപ്പം തന്നെ മുരുകനെയും ഗണപതിയെയും ഇതിലേക്ക് ആനയിക്കും. അമ്പലത്തിൽ പ്രതിഷ്ഠയുണ്ടാകും. അതിനുശേഷം ഈ തേരുകളിൽ 3 വിഗ്രഹങ്ങളും ഈ തേരുകളിലെത്തിക്കും. ഒപ്പം ഇവിടെ നിന്ന് തേരുകൾ പതിയെ ഉരുണ്ടു തുടങ്ങും. ആ തേരുകൾ ഇവിടെ നിന്ന് 15 വീടുകൾ, അഗ്രഹാര വീതിയിൽ നിന്ന് 15 വീടുകൾ കടന്നുപോയി 15 വീടുകൾക്കപ്പുറത്തേക്കായിരിക്കും ആ തേരുകൾ ചെന്നെത്തി നിൽക്കുക. പിന്നീട് 4 മണിയോടുകൂടിയായിരിക്കും അടുത്ത ചടങ്ങ്, അടുത്ത തേരുരുളുന്ന രീതിയിലേക്കുള്ള ചടങ്ങുകൾ തുടങ്ങി. എന്നാൽ ഇപ്പോൾ പൂജകളൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. 10:30 കൂടിയാണ് ആ ചടങ്ങ്, പൂജ. അതിനുശേഷം 10:30, 11:30 അതിനിടയിൽ തേര് ഉരുണ്ടു തുടങ്ങും ഇവിടെ നിന്ന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ആവേശത്തിലും ആഹ്ലാദത്തിലും സന്തോഷത്തിലൊക്കെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം. സൂപ്പറാണ്. ഞാൻ എൻ്റെ സ്ഥലം വണ്ടൂരാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എൻജോയ് ചെയ്യുന്നു നന്നായിട്ട്. ഇങ്ങനെ ഇതിന് മുന്നേ രഥമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ടി വിയിലും മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നേരിട്ട് ആദ്യമായിട്ടാണ്. ഞാനും മുന്നേ ടി വിയിലാണ് കണ്ടിട്ടുള്ളൂ, നേരിട്ടാ കാണുന്നത്. തൊഴുതോ? രഥമൊക്കെ കണ്ടോ? നല്ല നല്ല കാഴ്ചകൾ തന്നെ കാണേണ്ടത്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. എവിടുന്നാ? കണ്ണൂര്. കണ്ണൂർ എവിടെ? കണ്ണൂര് കല്ലേശ്ശേരി. കണ്ണൂർ ഇങ്ങനത്തെ ഉത്സവം ഇല്ലല്ലോ അല്ലേ? കണ്ണൂരിൽ ഇത്രയും ഗംഭീരം ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ ഇത് വേറെ തന്നെ ഒരു അനുഭവമല്ലേ നമുക്ക്. കൽപ്പാത്തി തേരോത്സവം എന്ന് കേട്ടതേ ഉള്ളൂ. ഇപ്പോൾ സുഖമായി കണ്ടു. ആ ഭഗവാന്റെ ലീലാവിലാസം വളരെ വളരെ സന്തോഷം. എങ്ങനെയുണ്ട് കച്ചവടം? തിരക്കില്ല കമ്മി ഇത്രയും ഈ കുറി ആവശ്യമുള്ള തിരക്കൊക്കെ ഉണ്ട്. ലോട്ടറിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ആൾക്കാർക്ക് വേണ്ടേ? ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറല്ലേ? ഭാഗ്യം എല്ലാവരും കിട്ടുന്ന ഭാഗ്യം ഭഗവാനെ വിചാരിച്ചിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താ? എന്റെ ഒരു മോഹനൻ ചേട്ടന്റെ അടുത്തുനിന്ന് ഇടയ്ക്കൊക്കെ വന്ന ആളുകൾ ലോട്ടറി വാങ്ങാൻ ശ്രമിക്കുക. അപ്പൊ തേരൊക്കെ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം തേരുരുളുന്ന കാണാനുള്ള കാത്തിരിപ്പിലാണ് കൽപ്പാത്തിക്കാരൊക്കെയും. കൽപ്പാത്തിക്കാരല്ല, കൽപ്പാത്തിയിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് 1000-വും 10,000-വുമായി നിറയാൻ പോവുകയാണ് ഈ അഗ്രഹാര വീഥി. ബിനു പാവുമ്പയ്ക്കൊപ്പം കൽപ്പാത്തിയിൽ നിന്ന് അക്ഷയ ദാമോദരൻ, മാതൃഭൂമി ന്യൂസ്.